മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മിസ് വയനാടിൻ്റെ പാർട്ട് 2 ആണ്. യെസ് ഗായ്സ്, അതായത് ഇന്നാണ് ഫിനാലെ. രാവിലെ നല്ലൊരു 8 മണിയാകുമ്പോൾ എണീച്ചു. 10 മണിക്കാകുമ്പോൾ അവിടെ എത്തണം. 2 മണിക്കൂറേ ഉള്ളൂ നമുക്ക് റെഡിയാക്കണം. ഗായ്സ്, ഞാൻ വയനാട്ടിലാണ് ഉള്ളത്. നല്ല തണുപ്പുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് റെഡി ആയാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലേക്കാൻ വേണ്ടി കയറി. പല്ലേക്ക് നിങ്ങളെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ യെസ്, അതിൻ്റെ വഴിക്ക് പോകുന്നു. നല്ല തണുപ്പുണ്ട് ഗൈസ്. പിന്നെ വയനാട്ടിൽ പോയി തണുപ്പുണ്ടാവില്ല ചോദിച്ചാൽ ആ ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചത്. അപ്പോൾ അതിൻ്റേതായ മടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ വായനെ. ഞാൻ പല്ല് കഴിഞ്ഞു, മോൻ കഴുകി കഴിഞ്ഞു. മനസ്സിലായ കാശ് നമുക്ക് റെഡിയാവാം. അങ്ങനെ കുളിക്കുന്ന ഇല്ല, തനിപ്പല്ലേ പാടുന്നു. നമുക്ക് റെഡിയാവാം കാശ്. ഇനി നിങ്ങൾ എന്നെ കാണുന്നത് ഒന്നെങ്കിൽ നല്ല ഡ്രസ്സിലായിരിക്കും, ഇല്ലെങ്കിൽ റെഡിയാകുന്നതായിരിക്കും. കോസ്റ്റ്യൂം ചേഞ്ച് ആയേ. ഗൈസ്, നമുക്ക് ഇനി നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് ആയിട്ടൊന്നുമില്ല, ഹെയർ സെറ്റ് ചെയ്യണം, അത്ര തന്നെ. ഇതാണ് ഇയറിങ്സ്. ഇന്നലെ ഇട്ടത് തന്നെയാണ് ഇടുന്നത്. ഇതാണ് ഇയറിങ്സ് ഇടാൻ പോകുന്നത്. ഞാൻ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഈ സാധനം ഒന്ന് പിടിച്ച് കെട്ടിയിട്ട് വരാമേ. ഞാൻ റെഡി. അയൺ ബോക്സ് പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. നമ്മൾ പോവാണ്. സപ്താ റിസോർട്ടിലാണ് വരുന്നത്. വയനാട് സപ്താ റിസോർട്ടിലാണ് നമ്മൾ പ്രോഗ്രാം വരുന്നത്. നമ്മൾ മിൻറ്റ് ഹോട്ടലാണ് നിന്നത്. അപ്പം നമ്മൾ പോവാണ്. ചെക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗൊക്കെ ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ദാറ്റ്സ് വൈ. ഭക്ഷണം കഴിച്ചു, അതിൻ്റെ വീഡിയോയും മറന്നുപോയി. പക്ഷെ മറന്നുപോയതല്ല സത്യത്തിൽ, അത് എൻ്റെ ഫോണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാം. റീച്ച് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ സപ്താ റിസോർട്ടിൽ എത്തി ഗൈസ്. യെസ്, ഐ എം എക്സൈറ്റഡ്. എന്നെ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എത്തിയില്ലെന്ന് അറിയത്തില്ല. ഒരാൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. നോക്കാം. ഞാൻ എൻ്റെ ലഗേജ് ഒക്കെ ഇറക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ വന്നു, ശ്രീഗംഗ വന്നു, അടുത്ത ആളുടെ നിൽക്കുന്നു. ശ്രേയ ഒന്ന് നോക്കൂ. യെസ് ഗൈസ്, ആള് വന്നിരിക്കുന്നു. മിസ് എലോന. വെറീസ് ആളെ കാണാനില്ല ഗൈസ്. അടുത്ത് അങ്ങനെ നമ്മൾ 3 പേരും സെറ്റായി. നമ്മളിങ്ങനെ പേരപ്പര നടക്കുകയാണ്. V5 ദേവറിനെ കൂട്ടിപ്പിരിപ്പ്. നമ്മൾ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടെത്തി ഗൈസ്. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. സപ്താ റിസോർട്ടിലാണുള്ളത്. വാവ്, ഇത് കണ്ടുപിടിച്ച ആളെ ഞാൻ കാണിച്ചു തരാം. എവിടെ സാധനം? ഇതാണ് ക്യൂരിയോസിറ്റി മൂത്ത്. ഇത് കണ്ടുപിടിച്ച ആളാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്കെല്ലാം. വെയിറ്റ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. തല മാറ്റി വേണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. വീഡിയോയിൽ എത്രത്തോണ്ട് ക്ലാരിറ്റി ഉണ്ടെന്നല്ല, കാരണം എൻ്റെ ഫോൺ റംബൂട്ടാൻ ഇല്ല. റംബൂട്ടാൻ ഗൈസ് ഇവിടെ ഇരിക്കും, കിടക്കുകയൊക്കെ ചെയ്യാം ഗൈസ്. ആൻറ്റിക് പിക്ചേഴ്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. വേറെ പിക്ചേഴ്സ് എടുക്കുന്നു. പക്ഷിക്കൂടുണ്ട് അവിടെ. നിങ്ങളിപ്പോൾ കണ്ടതാണ് റാമ്പ്. നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ കൂട്ടരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണുമായിരിക്കും. പേരെന്തായിരുന്നു? അനിക. പ്രാക്ടീസ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ സ്റ്റേജ് പ്രാക്ടീസിന് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ
ഇനി മേക്കപ്പിന് കയറാൻ പോണ ലെൻസ് വെച്ചു വയ്ക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ദൂരി കളഞ്ഞു. നമ്മൾ ഇനി മേക്കപ്പിന് കയറുകയാണ് ഗായ്സ്. ഗായ്സ് അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഹെയർ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ മുഖഭാഗം എന്താണ്, എൻ്റെ മുഖഭാവം എന്താണ് പറയുന്നതെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എവിടെ മൂക്കുത്തി കളഞ്ഞ് അമ്മൂടി കെട്ടിയത് ഇഷ്ടമായില്ല, അപ്പോൾ എൻ്റെ അമ്മ കെട്ടി തരുവാണേ. മുഖത്തൊക്കെ വരാൻ കണ്ട ചീത്തയാണെന്ന് വിചാരിക്കും. സ്നേഹത്തോടെയാണ് എൻ്റെ അമ്മ ചീത്ത ചെയ്യുന്നത്, അല്ലേ അമ്മ? വിഗ് വെച്ചു ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു ലുക്കാണോ മറ്റേ ലുക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ ലുക്കോ ജസ്റ്റ് ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഇന്നലെ വിളിച്ച് നിന്നിട്ട് കാണിച്ചു കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. എൻ്റെ ഈ മുഖം വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് ഞാൻ റെഡി. ഇതുകൊണ്ടെന്തെങ്കിലും പരിപാടി ഉണ്ടോ? രാധാറാണി ഈസ് റെഡി. അത് ശ്രേയാണ് ഗൈസ്. ഞാൻ കയറാൻ പോവാണ് ഗായ്സ്. 4 മണി റെഡി, ഞാൻ റെഡി ഒക്കെ സെറ്റ് ഗായ്സ്. രാധാ റെഡി സെറ്റ്. ഇവിടെ ഏതാ വേറെ ആളുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട് ഗായ്സ്. അമ്മ ഉണ്ട്. ടെൻഷൻ ഉണ്ടോ എൻ്റെ മുന്നിൽ? ഇല്ല. ഗായ്സ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഹിയർ എല്ലാവരും ഉണ്ട്. ഈ കുരിപ്പിനെ അനിയത്തില്ല. സെറ്റ് ഗൈസ് ഒക്കെ നന്നായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങളിനി കാണാൻ പോകുന്ന ട്രാൻസിഷൻ ആയിരിക്കും ഗൈസ്. ആൾക്കുടി റെഡിയായി. ഇനി ഇതെന്തിങ്ങനെയാ? അപ്പോൾ ഞാൻ റെഡിയായി. ഇനിയിപ്പം ഇതല്ല ഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ കാണിക്കും, ഇപ്പം തരത്തില്ല. ഡ്രസ്സ് ഞാൻ സ്റ്റേജിൽ കയറുമ്പം മാത്രമേ ആൾക്കാർക്ക് കാണുകയുള്ളൂ. സീക്രട്ട്. എന്തായാലും നിങ്ങൾക്ക് അത് ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോഴല്ല, 2-3 ദിവസം കഴിയട്ടെ എന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ബ്ലോഗിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കും, പക്ഷേ ഈ ബ്ലോഗ് എത്രത്തോളം വലുതെന്ന് എനിക്കറിയത്തില്ല. സോ അപ്പോൾ ഗൈസ് നമുക്ക് ചായ കുടിക്കാൻ പോകാം. ഒക്കെ കടലമുട്ടായോ അങ്ങനെ എന്തെങ്കിലും അത് ഒളിച്ച പോലത്തെ ഉണ്ടോ? ഇവിടെ നല്ലൊരു വൈബുള്ള സ്ഥലം കിട്ടി, അവിടെ വന്നിരിക്കുകയാണ്. റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാൻ ചായ നമ്മൾ വീണ്ടും പോസ്റ്റായി ഗായ്സ്. അപ്പോൾ നമ്മുടെ ബീച്ച് റൗണ്ട് കഴിഞ്ഞിരിക്കണു. അപ്പം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ടേക്ക് കടന്നു. അതിൻ്റെ ഹെയർ സ്റ്റൈൽ അമ്മ തന്നെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കെട്ടട്ടെ. മുടി കെട്ടിക്കഴിഞ്ഞു. ഇനി എൻ്റെ അമ്മ വിഗ് വെച്ച് തരാണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ പ്ലസ് ഹെയർ സ്റ്റൈൽ മേക്കപ്പ് എവറിത്തിങ് ഈസ് മൈ മദർ. ഓക്കെ ആണോ? വൗ ഗ്രേറ്റ്. അമ്മ ഒരു ഹായ് കൊടുക്കൂ. ഇഷ്ടായി. കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ക്യൂരിനെ കഴിഞ്ഞു. എന്നോട് ചോദിച്ചത് സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഒരു സെൽഫ് ഇമേജിനെ ബാധിക്കാനുള്ളതാണ്. കാത്തിരുന്ന് വയ്യാതായി ഗായ്സ്. ഐ തിങ്ക് റിസൾട്ട് അറിയാൻ പോവുകയാണ് ഗായ്സ്. എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത് അറിയത്തില്ലേ? പ്രോഗ്രാം കഴിഞ്ഞു. എനിക്ക് ബെസ്റ്റ് കോൺഫിഡൻസ് കിട്ടി. ടൈറ്റിൽ വിന്നർ ശ്രീഗംഗ. അതായത് ഫസ്റ്റ് റണ്ണർ പണിക്കുട്ടി. സെക്കൻഡ് റണ്ണർ ടൈറ്റിൽ കാണാനില്ല. സോ അവരെ ഞാൻ പിന്നീട് ഏതെങ്കിലും വ്ളോഗിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത്ര വരെ കണ്ടില്ല. താങ്ക് യു.